ഹായ് ഫ്രണ്ട്സ്, ഫുഡ്സ് ഓഫ് ഇടുക്കിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന ചീറ്റോസിൻ്റെയൊക്കെ ടേസ്റ്റിലുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ്. നമുക്കിത് കുറച്ച് നാൾ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ അങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാനൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത് റവ വെച്ചിട്ടാണ്. അപ്പോൾ 1.5 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ അളന്ന് വെച്ചിരിക്കുന്നത്. 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഓയിൽ, കുറച്ച് ഓയിൽ മതി. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം, ഈ വെള്ളം ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ ഈ വെള്ളത്തിന് ചെറുതായിട്ട് തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് റവ ചേർത്ത് കൊടുക്കുകയാണ്. കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തീ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. വറുത്ത റവയോ വറക്കാത്ത റവയോ ഒക്കെ ഉപയോഗിക്കാം. നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. റവ പെട്ടെന്ന് തന്നെ വെള്ളം അങ്ങ് വലിച്ചെടുത്തോളും. 1.5 കപ്പ് വെള്ളത്തിന് 1.5 കപ്പ് റവ കറക്റ്റ് അളവാണ്. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ചെറിയ ബോളാക്കി ഉരുട്ടിയെടുക്കാം. ഇപ്പം ഞാൻ തീ ഓഫ് ആക്കിയതിന് ശേഷം തണുക്കാൻ വെക്കുവാണ്. ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. നമുക്ക് കൈ വെച്ചിതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ കണ്ടേ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോളാക്കി നമുക്കിത് ഉരുട്ടിയെടുക്കാം. കയ്യിൽ ഒരല്പം ഓയിൽ തടവിയതിന് ശേഷം ഉരുട്ടുവാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയ ചെറിയ ബോളായിട്ട് വേണം നമുക്കിത് ഉരുട്ടിയെടുക്കാനായിട്ട്. ചെറുതായിട്ട് ഉരുട്ടുന്നതാണ് ടേസ്റ്റും ഭംഗി. ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ റവ മുഴുവൻ ചെറിയ ചെറിയ ബോളായിട്ട് ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ, പാം ഓയിൽ, ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. നന്നായിട്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഈ ബോളിട്ട് വറുത്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഈ ബോളിട്ട് കൊടുക്കാം. ഇത് ഒരുപാട് അങ്ങ് കളർ മാറിപ്പോകൊന്നും വേണ്ട. ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. മാക്സിമം ബോളിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 തവണയായിട്ട് നമുക്കിത് മൊരിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഉൾഭാഗം ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ ഒരു മീഡിയം തീയിലിട്ടിട്ട് മൊരിച്ചെടുക്കാം. ഇതൊരു ക്രിസ്പി ബോളായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിത് കോരിയെടുക്കാം. ഇപ്പം ഞാനിത് ഫുള്ളായിട്ട് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ചീറ്റോസിൻ്റെ ഒക്കെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം മുളക് പൊടി വിതറി കൊടുക്കാം. എരിവിനനുസരിച്ച് കുറച്ച് മതി, ഒരുപാട് വേണ്ട. ഒരല്പം ഉപ്പ് വിതറി കൊടുക്കാം. ഒരുപാട് ഉപ്പ് വേണ്ട, കാരണം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് ഒരു 2-3 പിഞ്ച് ചാറ്റ് മസാലയാണ്. അതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് ആ ചീറ്റോസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് വലിയ ആൾക്കാർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഉഗ്രൻ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.